അപ്പച്ചി, അന്നമ്മയ്ക്ക് നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. നല്ല കുടുംബം, നല്ല സ്വഭാവം. ഇനി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. അതെ, എന്റെ കൊച്ചുമകൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് നോക്കാം. അല്പം മാറി നിന്ന് അന്നമ്മ എല്ലാം കേൾക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾ സാധാരണമായിരുന്നു, എന്നാൽ അന്നമ്മയുടെ സ്വപ്നം അസാധാരണമായിരുന്നു. അവളുടെ ഹൃദയം മറ്റൊരാളുടെ കൈകളല്ല, ക്രിസ്തുവിന്റെ കരങ്ങളാണ് അന്വേഷിച്ചിരുന്നത്. അന്നമ്മ കുരിശിന് മുമ്പിൽ മുട്ടുകുത്തുന്നു. ഈശോയെ, എന്റെ ജീവിതം അങ്ങേക്കുള്ളതാണ്. ലോകം എന്നെ എവിടേക്ക് വിളിച്ചാലും അങ്ങ് പിടിക്കുന്ന വഴിയിലൂടെ ഞാൻ നടക്കും. ഒരു ചെറിയ ഹൃദയത്തിൽ വലിയൊരു തീരുമാനം രൂപം കൊണ്ടു. ആ തീരുമാനത്തിന് വിലയുണ്ടായിരുന്നു. എന്നാൽ അന്നമ്മയ്ക്ക് ദൈവസ്നേഹത്തെക്കാൾ വലിയൊരു സമ്മതം ഉണ്ടായിരുന്നില്ല. തീയിലേക്ക് അന്നമ്മ കാലെടുത്ത് വെക്കുന്നു. ഈശോയെ, എന്റെ ഈശോയെ, ഈ വേദന സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ. മോളെ അന്നമ്മേ, എന്തു പറ്റി മോളെ നിന്റെ കാലിന്? ഈ വഴി ഇത്ര കഠിനമാണെന്ന് അറിഞ്ഞിട്ടും നീ ഇപ്പോഴും ഈ വഴിയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത്? മുത്തശ്ശി, ദൈവം തരുന്ന വഴി ഒരിക്കലും എളുപ്പമാകണമെന്നില്ല. പക്ഷേ അതൊരിക്കലും തെറ്റായിരിക്കില്ല. ആ ദിവസം അന്നമ്മ ഒരു തീരുമാനമെടുത്തു. അത് ഒരു പെൺകുട്ടിയുടെ തീരുമാനം മാത്രമായിരുന്നില്ല, ഒരു വിശുദ്ധിയുടെ യാത്രയുടെ തുടക്കമായിരുന്നു. ലോകം കണ്ടത് ഒരു പൊള്ളലേറ്റ കാലായിരുന്നു. ദൈവം കണ്ടത് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയമായിരുന്നു. ആ തീരുമാനത്തിന്റെ ഫലമായി അവളുടെ കാലിന് ഗുരുതരമായ പൊള്ളലേൽപ്പിച്ചു. ശരീരം വേദനിപ്പിച്ചു, പക്ഷേ ആത്മാവ് തളർന്നില്ല. മുറിവ് കാലിലായിരുന്നു, എന്നാൽ ഹൃദയത്തിൽ ദൈവവിളിയുടെ പ്രകാശം കൂടുതൽ ജ്വലിക്കുകയായിരുന്നു. അൽഫോൻസാമ്മ കുരിശിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്റെ ഈശോയെ, നിന്റെ സ്നേഹത്തിലായിരിക്കുവാൻ, നിന്നോടൊപ്പമായിരിക്കുവാൻ എന്നെ അനുഗ്രഹിച്ചതിന്, എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു. ഈശോയെ, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് ശക്തി തരണമേ. അസുഖബാധിതയായ അൽഫോൻസ നിദ്രയിലായിരിക്കുമ്പോൾ തന്റെ അടുത്ത് കർത്താവായ ഈശോ വരുന്നു. അതിനുശേഷം ഈശോ, ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുരിശിങ്ങത ഞാൻ താങ്ങിക്കൊള്ളാം. ഈ കുരിശ് താങ്ങാൻ നിനക്കാവില്ല അൽഫോൻസ. എന്നെ അനുവദിക്കണം നാഥ, എന്നെ അനുവദിക്കണം. നിനക്ക് താങ്ങാനാവുന്ന കുരിശുകളെ ഞാൻ നിനക്ക് തരും. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നാഥ, പോകരുത്, പോകരുത് നാഥ. എന്തൊരു ആനന്ദമാണ് എനിക്ക് നിന്റെ ദർശനം ഇത്ര അനുഭൂതികരം. ഈ പാവപ്പെട്ടവരുടെ അരികിൽ വരാൻ കൃപയുണ്ടല്ലോ. എന്റെ ജന്മം സഫലമായി. വേദനയെ പരാതിയാക്കാതെ പ്രാർത്ഥനയാക്കിയവൾ, ത്യാഗത്തെ ഭാരമാക്കാതെ സ്നേഹമാക്കിയവൾ, അവളാണ് പിന്നീട് ഭാരതത്തിന്റെ ആദ്യ വനിതാ വിശുദ്ധ അൽഫോൻസാമ്മ. അവളുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശയാകട്ടെ. അവളുടെ സമർപ്പണം നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാകട്ടെ. നസ്രായിന്റെ കാലടികളോട് തന്റെ പാതകളും ചേർത്ത് വെച്ച് സ്നേഹത്തിന്റെ പുതിയ പാതകൾ അവൾ കണ്ടെത്തി. താങ്ക് യു. പുണ്യതമ്പുരാനെ, ഈ വർഷത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട
വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ഒരവസരം ഒരുക്കി തന്നല്ലോ. ഒത്തിരി നന്ദിയുണ്ട്. ഈ ബലിയർപ്പിക്കുമ്പോൾ ആ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയെ ഇതാ ഈ അൾത്താരയിൽ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ അൽഫോൻസാമയുടെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിനെല്ലാ ആശംസകളും നേരുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ
ദൈവത്തിൻ്റെ വ്യത്യസ്തമായ ചിന്തകളെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. മനുഷ്യൻ്റെ മാനുഷിക നീതിയെ അതിലംഘിക്കുന്ന ദൈവികമായ നീതിയാണ് നാം കാണുക. വിശുദ്ധ അൽഫോൻസാമ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ ആണ്. വിശുദ്ധയാകുന്നതിന് മുമ്പ് ആരും ചിന്തിച്ചിരുന്നില്ല അൽഫോൻസാമ വിശുദ്ധിയാകും. കാരണം ഭാരതത്തിൽ നിന്ന് ഒരാൾ വിശുദ്ധനാവുക അത് ഒരിക്കലും സാധിക്കുകയില്ല. വിശുദ്ധന്മാരൊക്കെ ആകുന്നത് ഒന്നെങ്കിൽ യൂറോപ്പിൽ ജനിക്കണം, അല്ലെങ്കിൽ സായിപ്പന്മാർക്കും മദാമമാർക്കൊക്കെ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് സാധാരണ ജനം ചിന്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഇതാ ഈ വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധ ആയിരിക്കുകയാണ്. ഈ വിശുദ്ധയാകുവാനായിട്ട് കാരണം ഇന്നത്തെ തിരുവചനം നമ്മോട് പറഞ്ഞു തരികയാണ്. ഈ തിരുവചനത്തിൻ്റെ ഇടയ്ക്ക് അവസാനം ഇങ്ങനെയാണ്: യജമാനൻ 11-ാം മണിക്കൂറിൽ കണ്ടുമുട്ടിയ വ്യക്തികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ദിവസം മുഴുവനും അലസരായിരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ നമ്മോടും ഇതുപോലെ ഒരു ചോദ്യം ദൈവം ചോദിക്കും. നാം എല്ലാവരും കർമ്മോത്സകരായിരിക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുക. നമുക്കെല്ലാം ഓരോ മുന്തിരിത്തോട്ടങ്ങൾ ദൈവം ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി സ്ഥലം, നമ്മുടെ വിദ്യാലയം, നമ്മുടെ സമൂഹം, ഇവിടെയെല്ലാം നാം എപ്പോഴും നമ്മുടെ ജോലികൾ ചെയ്യുന്നവരായി, കടമകൾ ചെയ്യുന്നവരായിട്ടിരിക്കണം. അവിടെ എന്തുകൊണ്ടാണ് നാം അലസരായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നില്ല, ജോലി ചെയ്യുന്നില്ല, പള്ളിയിൽ വരുന്നില്ല? വിശ്വാസമില്ലാതെ എന്തുകൊണ്ട് നീ ജീവിക്കുന്നു? അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് മോശപ്പെട്ട സംഭാഷണങ്ങൾ നടത്തുന്നു? സ്വാർത്ഥതയുടെ, അസൂയയുടെ, അനീതിയുടെ ജീവിതം നീ നയിക്കുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ ദൈവം നമ്മോട് ചോദിക്കും. വിശുദ്ധ അൽഫോൻസാമ അതിന് ഉത്തരം നൽകിയത് എൻ്റെ ജീവിതം കൊണ്ടാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അൽഫോൻസാമ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ശുശ്രൂഷ ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. രോഗ അവസ്ഥയിൽ പോലും ആ സഹനം പോലും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, അവിടുത്തെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഞാനും ഈശോയോടൊപ്പം കുരിശിൻ്റെ മറുവശത്ത് സഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കൂടുതൽ സഹനം ആവശ്യപ്പെട്ടുകൊണ്ട് ജീവിച്ച ആ വിശുദ്ധയാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുകരിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സമയം മുഴുവനും കർമ്മോത്സവത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, യജമാനൻ ഓരോ മണിക്കൂറും ചന്തസ്ഥലത്തേക്ക് വരികയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ജോലിക്കാർക്ക് വലിയ ക്ഷാമമുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കണം. മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിപ്പഴങ്ങൾ താഴെ വീണ് ചീഞ്ഞു പോകും. അപ്പോൾ ഓരോ സമയവും പ്രധാനപ്പെട്ടതാണ്, ഓരോ ജോലിക്കാരനും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഈ ജോലിക്കാരെല്ലാം അന്വേഷിച്ച് യജമാനൻ പോവുകയാണ്. ദൈവരാജ്യ ശുശ്രൂഷയിൽ ഓരോ ശുശ്രൂഷയും, ഓരോ ചെറിയ കാര്യവും പ്രധാനപ്പെട്ടതാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു പക്ഷേ കുറഞ്ഞ എത്ര കാലമുണ്ട് എന്നുള്ളതല്ല, നമ്മളെങ്ങനെ ജീവിച്ചു, നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ഒരു പക്ഷേ ഈ ജോലിക്കാര് കാത്തിരുന്നത് വേറെ സ്ഥലത്തായിരിക്കും. യജമാനൻ അവിടേക്ക് വരാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നേരത്തെ വന്നവരുടെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത വിധം ഇവർക്ക് ആയിരിക്കുവാനായിട്ട് കഴിഞ്ഞു കാണിയില്ല. പല യജമാനന്മാരും അവരെ തേടി വന്നിട്ടുണ്ടാകും. പക്ഷേ ആ വന്ന വ്യക്തി തങ്ങൾക്ക് യോജിച്ച വ്യക്തിയാണോ എന്ന് ഉള്ള ആ ഒരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവരാജ്യത്തിലെ ആ ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
നമ്മുടെ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ, നമ്മുടെ ആ ക്ഷമിക്കുന്ന ആ മനസ്സ്, നമ്മുടെ രോഗ അവസ്ഥകളോടോ അല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകുന്ന അവസ്ഥകളെല്ലാം ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമായി സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ്, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ അൽഫോൻസാമയ്ക്ക് പലതരത്തിലുള്ള ജീവിതാവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ജീവിതാവസ്ഥകളിലേക്കെല്ലാം പോകാമായിരുന്നു. വിവാഹ ആലോചനകളെല്ലാം ധാരാളം വന്നിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. പക്ഷേ വിശുദ്ധ അൽഫോൻസാമ ചിന്തിച്ചത് എൻ്റെ യജമാനൻ യേശുവാണ്. ആ യേശുവിൻ്റെ മണവാട്ടിയായി തീരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വ്യക്തിക്കും എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയില്ല, അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ ഒന്നും ഞാൻ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. എൻ്റെ യേശുവിൻ്റെ എനിക്ക് കണ്ടുമുട്ടണം. അപ്പോൾ ആ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുന്ന അൽഫോൻസാമയെയാണ് നമ്മൾ കാണുക. ഇവിടെ ഇന്നത്തെ ഈ തിരുവചനത്തിൽ എല്ലാവർക്കും ഒരുപോലെ കൂലി ലഭിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ധനാറ ഇവർക്ക് പറഞ്ഞിരുന്ന ആ പണം ലഭിച്ചു. പക്ഷേ അവർക്ക് വിഷമമുണ്ടായത് തങ്ങളെക്കാൾ കുറഞ്ഞ അധ്വാനം ചെയ്തവർക്ക് കൂടുതൽ ഈ പറഞ്ഞ അതേ പൈസ തന്നെ കിട്ടിയപ്പോഴാണ് അവർക്ക് വിഷമമായത്. അവർക്ക് നന്ദി പറയാൻ സാധിക്കുന്നില്ല, അവരെ പെറുപെറുക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് പലപ്പോഴും നന്ദി പറയാൻ സാധിക്കാത്തത് ഇതുകൊണ്ടല്ലേ? എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് പലപ്പോഴും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ അടുത്തുള്ളവർക്ക് കൂടുതൽ കാര്യങ്ങൾ ലഭിച്ചു, കൂടുതൽ സമ്പത്ത് ലഭിച്ചു, കൂടുതൽ കഴിവുകളുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നന്ദി പറയുവാനും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ സാധിക്കാതെ അസൂയയുടെ എല്ലാ വ്യക്തികളായി നമ്മുടെ ജീവിതത്തെ തന്നെ പലപ്പോഴും നമ്മൾ നരകതുല്യമാക്കുന്നില്ലേ എന്ന് നമുക്ക് ഇന്നത്തെ തിരുവചനം നമ്മെ അവിടെ ചോദിക്കുകയാണ്. ഇവിടെ ഇതാ നമുക്ക് ഈ വ്യക്തിക്ക് സന്തോഷിക്കുവാനായിട്ട് എത്രയോ കാര്യങ്ങളുണ്ട്. എനിക്ക് യജമാനന്റെ കൂടെ രാവിലെ തന്നെ മുതൽ അധ്വാനിക്കാൻ സാധിച്ചു. ഈ യജമാനന്റെ അരികിൽ നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് നാമും ചിന്തിക്കേണ്ടത്. ദൈവത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവികമായ കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാം നമുക്ക് സാധിക്കണം. നാം കാണുന്നുണ്ട്, നല്ല കള്ളൻ അവസാനത്തെ നിമിഷമാണ് ആ നല്ല കള്ളൻ മാനസാന്തരപ്പെടുകയും സ്വർഗം സ്വന്തമാക്കുകയും ചെയ്തത്. ഈ നല്ല കള്ളനെ ഉപരിയായിട്ട് പലരും എത്രയോ പേരിങ്ങനെ പാരമ്പര്യവും അതുപോലെ തന്നെ ഞാനിതാ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു, നിന്റെ നാമത്തിൽ പ്രസംഗിച്ചു, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർ എത്രയോ പേരുണ്ട്. പക്ഷേ നമ്മൾ ഈ നല്ല കള്ളനെ പോലെ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച സമയം ഏറ്റവും നന്നായി ഉപയോഗിക്കുവാൻ, സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വ്യക്തികൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ 100 കുട്ട മുന്തിരിപ്പഴങ്ങൾ ശേഖരിച്ചു, അവന് 20 കുട്ടയെ സാധിച്ചുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഈ അവസാനം വന്ന വ്യക്തി, ആ വ്യക്തിയുടെ ദൈന്യതയുള്ള മുഖം ദൈവത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകും. അവസാനത്തെ 12-ാം മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിയാണ്. ആ 5 മണിക്ക് ചന്തയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് കാണുക? ഈ മനുഷ്യൻ ഇങ്ങനെ തൻ്റെ കുടുംബത്തെ പുലർത്തുവാൻ, അന്നത്തെ ദിവസം മുഴുവനും ഒരു ജോലിയും ഇല്ലാതെ ലഭിക്കാതെ എങ്ങനെ തൻ്റെ കുടുംബത്തെ കാത്തു പാലിക്കുമെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ദൈന്യത തോന്നുന്ന, കരുണ തോന്നുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. അപ്പോൾ ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നത് ഇതാണ്: മറ്റുള്ളവരോട് നാം കരുണ കാണിക്കുന്നവരായി മാറണം. അവരെയും നമ്മൾ പരിഗണിക്കണം. അവരെങ്ങനെയാണ് കുടുംബം പുലർത്തുന്നത് എന്ന് ചിന്തിച്ച് ഈ ദൈവത്തിൻ്റെ ഈ കാരുണ്യ നാമം സ്വന്തമാക്കണം. അതുപോലെ തന്നെ ആദ്യം വന്നവർ തങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ഓരോ ധനാറ വീതം സ്വന്തമാക്കും എന്നല്ലെങ്കിൽ ആ കരാർ വ്യവസ്ഥയിലാണ് അവർ ജോലിക്ക് വന്നത്. അതിൻ്റെ അർത്ഥം എന്ത് കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മനോഭാവമുണ്ടോ? എനിക്ക് എന്ത് ലഭിക്കും? ഞാൻ അവിടുത്തെ വേണ്ടി അധ്വാനിച്ചു കഴിയുമ്പോൾ എന്ത് ലഭിക്കും? ഈ മനോഭാവം മാറ്റിക്കൊണ്ട് പ്രതിഫലം പ്രതീക്ഷിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് നാം മാറണം. വിശുദ്ധ അൽഫോൻസാമ അതാണ് ചെയ്തത്. തനിക്ക് എന്താണ് ലഭിക്കുക എന്ന് ചിന്തിക്കാതെ, പ്രതിഫലം ഇച്ഛിക്കാതെ അൽഫോൻസാമ ജീവിച്ചു. അവസാനം ഒരു ചിന്ത കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ
അവസാന മണിക്കൂറിൽ വന്ന വ്യക്തികൾ പ്രകാരം ചിന്തിച്ചു. ആദ്യം വന്നവർ ഒത്തിരിയേറെ അധ്വാനിച്ചു. പക്ഷേ ഈ യജമാനൻ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ യജമാനന് വേണ്ടി കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ ജോലി ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഒത്തിരിയേറെ അധ്വാനിച്ചു കാണും. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ വേതനം ഈ യജമാനൻ നൽകുന്നത്. നമ്മളുടെ കൂടുതൽ ഉത്സാഹവും കൂടുതൽ തീഷ്ണതയുമെല്ലാം ദൈവം പരിഗണിക്കും, നമുക്ക് പ്രതിഫലം നൽകും. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 36 വർഷങ്ങൾ, ആ വർഷങ്ങൾ മുഴുവൻ കൂടുതൽ തീഷ്ണതയോടുകൂടി, കൂടുതൽ ഉത്സാഹത്തോടുകൂടി, കൂടുതൽ വിശ്വാസത്തിൻ്റെ വ്യക്തിയായ അൽഫോൻസ മാറി. ഈ അൽഫോൻസാമയുടെ ജീവിത മാതൃക സ്വന്തമാക്കുവാനായിട്ട് ഈ വിശുദ്ധ ബലിയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.